പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ശരിയില്ലാത്ത ഉഷാറായിട്ടാ എന്റെ പേര് വിളിച്ചാ മതി. ഒരുപാട് സന്തോഷം. എന്ത് മനോഹരമായിട്ട് ഞങ്ങൾ പാടുന്നത് വന്നിട്ട്. ഇപ്പൊ എവിടെ ശരിക്കും വീട് എവിടെയാ? കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ലയൺസ് ക്ലബ്ബും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണിത്. എന്താ പറയുക, കണ്ണിന് കാഴ്ച സെലിനാത്താക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇത്ത പാടുന്ന പാട്ടുകൾ ഒന്നും പറയാനില്ല. അങ്ങനെയെങ്കിലും വലിയ കഴിവാണ് ഇത്താത്താക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ബഹുമാനത്തോടു കൂടിയാണ്, എന്നെ പ്രായത്തിന് ചിലപ്പോൾ താഴെ ആയിരിക്കും ഈ ഒരു സെലീന എന്ന് പറയുന്ന സഹോദരി, എങ്കിലും അവരുടെ കഴിവിനെയും എന്താ പറയുക അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതോട് കൊണ്ടാണ് ഞാൻ ഇത്താത്ത എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആരും തെറി കമൻ്റ് ഇടണ്ട. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പാട്ട്. പിന്നെ ഇങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ പോലുള്ളവരല്ലേ നമ്മളൊക്കെ ചേർത്ത് പിടിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹിപ്പിക്കാനും ആഗ്രഹം ഇങ്ങനെയുള്ളവരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട് നിങ്ങളെല്ലാവരും കേൾക്കുക. ശരിയില്ലാത്ത ഉഷാറായിട്ടാ എന്റെ പേര് വിളിച്ചാ മതി. ഒരുപാട് സന്തോഷം. എന്ത് മനോഹരമായിട്ട് ഞങ്ങൾ പാടുന്നത്. മ്യൂസിക് പഠിക്കണ്ടോ? ചെമ്പൈ സംഗീത കോളേജിലല്ലേ? അത് ശരി. അപ്പൊ ഇവിടെ ഒരു വർഷമായി വന്നിട്ട് ഇപ്പൊ എവിടെ ശരിക്കും വീട് എവിടെയാ? എന്റെ വീട് എടപ്പാളാണല്ലേ? എന്തായാലും സൂപ്പറായിട്ട് പാടി. ഒരുപാട് പാട്ടുകളൊക്കെ ഇനിയും പാടാൻ പറ്റട്ടെ കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു ഓണക്കാലത്ത് ഇങ്ങനെ ഇത്താടെ ഒരു പാട്ട് കേട്ടപ്പോൾ. പ്രത്യേകിച്ച് ഇന്ന് തിരുവോണ ദിവസം കൂടിയാണ്. തിരുവോണ ദിവസത്തിൽ ഇങ്ങനെ ഒരു പാട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഷെയർ ചെയ്തില്ലെങ്കിലും ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് ഇത്തയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കട്ടോ. കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഈ ഒരു കഴിവൊക്കെ അല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് കണ്ണ് കാണാത്തൊരു ഇത്താത്തിയാണ്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയറൊക്കെ ചെയ്താൽ കേട്ടോ. പേര് സെലീന എന്നാണ്. എടപ്പാളാണ്, മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് വീട്.